ബി.ജെ.പി. സർക്കാർ ഉത്തർപ്രദേശിൽ നടപ്പാക്കിയ ബുൾഡോസർ രാജ്യ മാതൃക കർണാടകയിലും പിന്തുടർന്ന് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ബംഗളൂരു യലഹങ്കക്കടുത്തുള്ള കൊഗിലു വില്ലേജിലെ വസീം ലേ ഔട്ടിലും ഫക്കീർ കോളനിയിലുമാണ് ഇടിച്ചു നിരത്തൽ നടത്തിയത്. ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോലീസ് സംരക്ഷണത്തോടെയാണ് വീടുകൾ പൊളിച്ചു മാറ്റിയത്. BSWML, ഫയർ ആൻഡ് എമർജൻസി സർവീസസ്, നോർത്ത് സിറ്റി കോർപ്പറേഷൻ, റവന്യൂ വകുപ്പ്, ബംഗളൂരു മെട്രോപൊളിറ്റൻ ടാക്സ് ഫോഴ്സ്, 70 മാർഷലുകൾ, 200ഓളം ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ വൻ സംഘമാണ് വീട് പൊളിച്ചു നീക്കിയത്. ഇവിടങ്ങളിൽ വർഷങ്ങളായി താമസിച്ചിരുന്ന നിർധരരായ 400ഓളം കുടുംബങ്ങളെയാണ് മുന്നറിയിപ്പൊന്നുമില്ലാതെ കുടിയൊഴിപ്പിച്ചത്. ഖരമാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി നീക്കിവെച്ച സർക്കാർ സ്ഥലം കയ്യേറി കുടിലുകൾ സ്ഥാപിച്ചെന്ന് ആരോപിച്ചായിരുന്നു പൊളിച്ചു നീക്കൽ. ഉച്ചസമയത്തും തണുത്തുവിറക്കുന്ന ബംഗളൂരുവിൽ വീട് നഷ്ടപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 3000ഓളം പേർ കഴിഞ്ഞുകൂടുന്നത് സമീപത്തെ സർക്കാർ സ്കൂളിലെ മൈതാനിയിലാണ്. പൊളിക്കൽ നടപടിക്കു പിന്നാലെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു. ജില്ലാ ഭരണകൂടം അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും വിശദീകരണം നൽകുകയോ ദുരന്തബാധിത കുടുംബങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുകയോ ചെയ്തില്ലെന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവർ പറയുന്നു. കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരേഗൌഡയുടെ മണ്ഡലമാണിത്. മുൻകൂർ നോട്ടീസ് നൽകാതെയും മതിയായ പുനരധിവാസം ഉറപ്പുവരുത്താതെയും കുടുംബങ്ങളെ ഭവനരഹിതരാക്കിയ സർക്കാർ നടപടിക്കെതിരെ ജനരോഷം ശക്തമായി. 20-ന് പുലർച്ചെ 4:15ഓടെയാണ് വസീം വീടുകൾ പൊളിച്ചു നീക്കിയത്. വീടുകളിൽ നിന്നും LPG സിലിണ്ടറുകൾ, സ്റ്റൗകൾ, മറ്റു കത്തുന്ന വസ്തുക്കൾ എന്നിവ നീക്കം ചെയ്ത ശേഷം 4 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇടിച്ചു നിരത്തൽ. വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കെ അധികൃതരുടെ നീക്കം ഏകപക്ഷീയമാണെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട്. തകർക്കപ്പെട്ട വീടുകൾക്ക് മുന്നിൽ താൽക്കാലിക ഷെഡുകൾ കെട്ടി സമരം തുടരാനാണ് താമസക്കാരുടെ തീരുമാനം. അസഹ്യമായ തണുപ്പും മഴയും വകവെക്കാതെ കൈക്കുഞ്ഞുങ്ങളുമായി തെരുവിൽ കഴിയേണ്ടി വന്ന കുടുംബങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് സർക്കാരിനെതിരെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. നടപടി വിവാദമായതിനെ തുടർന്ന് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ യു നിസാർ അഹമ്മദ് പ്രദേശം സന്ദർശിച്ചു. ചേരി ഒഴിപ്പിക്കലിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിന് ഉദ്യോഗസ്ഥരെ അദ്ദേഹം കുറ്റപ്പെടുത്തി.